ശേഷം നിങ്ങൾ ഹണിമൂണ് പോയത് ആ ഹണിമൂണിന് പോയ പോക്കിലാണ് അടുത്ത കൊച്ചുണ്ടായിരുന്നത്. അത് സത്യമാണ്. അതിനുശേഷം ഞങ്ങൾ ഹണിമൂണിന് അധികം വിടാറില്ല വീട്ടിൽ നിന്നും. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഫാമിലി ആയിട്ട് ബുദ്ധിമുട്ടില് ലാലേട്ടൻ പോകുന്നല്ലേ പോവാറുള്ളൂ മാത്രം. ഇവരോട് ഞാനാണ് അവിടെ ഇരുന്ന എപ്പോഴും പറയാം, ഞാൻ പിള്ളേർ രണ്ടുപേരും എന്റെ അടുത്തിരുന്നുള്ളൂ. ഇവരോട് പോകാൻ പറഞ്ഞ നിമിഷയ്ക്കാണെ പറഞ്ഞാലും മിഥുനത്തിലെ അവര് പോകുന്നല്ലോ, അല്ലാതെ പോകാൻ ഒട്ടും സമ്മതിക്കില്ല. ഇവര് പിന്നെ തയ്യാറാണ്, പിന്നെ നമുക്ക് പോകാന്ന് പറയും. പക്ഷെ ഒരിക്കലും പോകില്ല, ഞങ്ങളില്ലാതെ നിമിഷം ഒരു സ്ഥലത്ത് പോകില്ല. അതിനടുത്ത് നമുക്ക് എന്നെ പേടിയെന്നാണോ? പേടിയാന്നല്ല, ഞങ്ങൾ കൂടെ വേണം. അവരുണ്ടോ നമുക്കൊരു ഫുൾ സന്തോഷം വരുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരുടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക നമ്മൾ പോകുമ്പോൾ വേറൊരു സന്തോഷം. പക്ഷെ എങ്കിലും ചാച്ചനും അമ്മയൊക്കെ എല്ലാവരുടെ കൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം. ഇവരെപ്പോഴും പറയും നിങ്ങളൊന്നും പോ പിള്ളേരെ, നിങ്ങൾ തന്നെ ഒന്ന് പോകും, ഞങ്ങൾ പിള്ളേരെ നോക്കുന്നത് ഇല്ല. എപ്പോഴും പറയോട്ടെ, എപ്പോഴും ഞങ്ങൾ നോക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്നു പറയാം, അറ്റ്ലീസ്റ്റ് ഒരു നൈറ്റ്. അങ്ങനെ ഞങ്ങളെ തള്ളി വിട്ടതാണ് അന്ന്. എന്നിട്ട് ഞങ്ങൾ അന്ന് മിറനെ കൊണ്ടുവരും, മമ്മിക്ക് ഭയങ്കര പരാതിയായിരുന്നു എന്തിനാ അങ്ങനെ മിറനെ കൊണ്ടുപോയി. ഞാൻ പാട്ട് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു മലയാള സിനിമയ്ക്ക് ഒരു ഗായിക ഇഷ്ടമല്ലോ. രസമായിട്ടാണ് ഈ പാട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആദ്യം പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്. ഓൾറെഡി ഡിവോഷണൽ സോങ് കേട്ടു എന്ന് പറഞ്ഞു, അല്ലാതെ പാടിക്കൊടുത്തൊരു പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പാടി തന്ന പാട്ട് എനിക്ക് തോന്നുന്നത് വർണ്ണപ്പകിട്ടിലെ പാട്ടാണ്. അതാണ് ഞാൻ നിമിഷയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പാടി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിലെ കുങ്കുമം തളിർ വിരൽ തുമ്പിനാ കവന്നു നീന്നലേ ജന്മതടങ്ങളിലൂടെ വരും നിൻ കാൽ പാടുകൾ പിന്തുടരാൻ പിന്നെ മനസ്സിലലിഞ്ഞൊഴുകും നിന്റെ പ്രസാദം പങ്കിടുവാൻ പെയ്തലിയുന്ന പകൽ മഴയിൽ ഒരു പുന്തിരിയായി ഞാൻ പൂത്തുണരാം വെള്ളിനില തുള്ളികളോ കൺപീലിയിൽ തെള്ളലിയും ചന്ദനമോ പൊൻതൂവലിൽ. അയ്യോ, നിർത്താൻ തോന്നിയില്ല. ഈ പാട്ട് കേട്ടതിന് ശേഷം ഫ്ലാറ്റ് ഓൾറെഡി ഞാൻ ആ ഫേസ്ബുക്കിലെ ആ ഒരു ഡിവോഷണൽ സോങ്ങിലാണ് ഫ്ലാറ്റ് ആയത്. പക്ഷെ നിമിഷയുടെ സോങ് ഭയങ്കര സ്വീറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഒട്ടുമിക്ക നല്ല പാട്ടുകളും ഒരുപാട് ഒട്ടുമിക്ക എല്ലാ പാട്ടുകളും നിമിഷം നന്നായിട്ട് തന്നെ പാടാറുണ്ട്. അപ്പൊ ഇതെന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് പേഴ്സണലി. നമ്മുടെ ലാലേട്ടന്റെ ഒരു സോങ്, ഒരു ഫ്രെയിം, നമ്മുടെ 90s കിഡ് ആണല്ലോ ഷിജിനെ. അപ്പൊ നമുക്ക് ആ ഒരു മനസ്സിലുള്ള ഒരു ഫ്രെയിമും അപ്പം ആ ഒരു മീനിയും ലാലേട്ടനൊക്കെ ആയിട്ടുള്ള ആ ഒരു സോങ്, അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് സോങ്. നിമിഷം പാടാൻ പറയും. ഒരു ദിവസം എത്ര പാട്ട് പഠിപ്പിക്കും? അങ്ങനെയൊന്നുമില്ലട്ടാ, തുടക്കത്തില് പറഞ്ഞ് പഠിക്കുമായിരുന്നു. ഇപ്പം പാട്ടിൽ ഒന്ന് നിർത്താവോ? ശരി.